Hi all, welcome to CC English Up. നമ്മൾ ഇന്ന് ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാലാണ്. എ ആൻഡ് ദ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. എ എവിടെയാ വരിക, ആൻ എവിടെയാ വരിക, ദ എവിടെയാ വരിക, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ. ഓക്കെ, ഇത് എവിടെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഈ ദ തന്നെ ദി എന്നും ദ എന്നും പറയുന്നവരുണ്ട്. ഇത് എവിടെയാണ് പറയുന്നത്, എവിടെയാണ് ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആർട്ടിക്കിൾസ് എന്താണെന്നുള്ളത്, ആർട്ടിക്കിൾസ് ആർ ദ വേർഡ്സ് യൂസ്ഡ് ബിഫോർ നൗൺസ്. അതായത് നൗൺസിന് മുൻപായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പേര്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. നൗണിന്റെ മുൻപിലായി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഈ എ ആൻഡ് ദ എന്നുള്ളത്. ഓക്കെ, എ ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ്. എത്ര ടൈപ്സ് ആർട്ടിക്കിൾസ് ഉണ്ട്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഓക്കെ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇതിൽ തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? എ ആൻഡ് ആൻ. ഡെഫിനിറ്റ് ആർട്ടിക്കിളോ ദ എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചുകൂടി വിശദമായിട്ട് നോക്കിയാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ ആണ്. അതായത് ഇത് ഈ എയും ആനും എവിടെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം. ഓക്കെ, എ ആൻഡ് ആൻ ആർ യൂസ്ഡ് വെൻ വി ടോക്ക് ജനറലി ഓർ നോട്ട് സ്പെസിഫിക്കലി. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാതെ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. മലയാളത്തിൽ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു. അത് ഏത് ആപ്പിളാണ് എന്ന് എനിക്കറിയില്ല. ഏത് ആപ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ഒരു പക്ഷെ എനിക്ക് അറിയാതിരിക്കാം. ഞാനൊരു ആപ്പിൾ കഴിച്ചു. അതിൽ ആപ്പിൾ ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? അവിടെയാണ് സ്പെസിഫിക് ആയിട്ട് പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. എവിടെ നമ്മൾ ആ ഒരു ഉപയോഗിച്ചത്? സ്പെസിഫൈ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ പേര് അവിടെ പറഞ്ഞു. ഞാൻ അരുണിനെയാണോ കണ്ടേ? പറഞ്ഞില്ല. ഓക്കെ, സോ ആ ഒരു പേര് പറയുമ്പോൾ എന്ത് പറയണ്ട, അത് സ്പെസിഫൈ ചെയ്ത് പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, നമുക്ക് ഈ എ എവിടെ ഉപയോഗിക്കുക, ആൻ എവിടെ ഉപയോഗിക്കുക എന്നറിയാം. നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളതാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ സോങ് ഒക്കെ ഉണ്ട്. എന്ത്? ആൻ എവിടെ ഉപയോഗിക്കുക എന്നുള്ളത്. എവിടെയാന്ന് നോക്കാം. A is used before consonant sounds. കൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലാണ് എ ഉപയോഗിക്കുക. എന്താ കൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. അതിൽ വ്യഞ്ജനാക്ഷരങ്ങളുടെ മുമ്പിലാണ് എ ഉപയോഗിക്കുക. ഏതാണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ എ ഇ ഐ ഒ യു എന്നുള്ളതാണ് വവൽസ്. എ ഇ ഐ ഒ യു. ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു മൂവി സോങ്ങിലൊക്കെ ഉണ്ടല്ലേ, എ ഇ ഐ ഒ യു പഠിപ്പിക്കുന്നുണ്ട്. സോ അതാണ് വോവൽസ് എന്നുള്ളത്. ആ ലെറ്റേഴ്സിന്റെ സൗണ്ടിനെയാണ് നമ്മൾ വോവൽ സൗണ്ട്സ് എന്ന് പറയാം. എ ഇ ഐ ഒ യു ലെറ്റേഴ്സിനെയല്ല, ആ ലെറ്റേഴ്സിന്റെ സൗണ്ടിനെയാണ് നമ്മൾ വോവൽ സൗണ്ട് എന്ന് പറയാം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ സൗണ്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ എ ഇ ഐ ഒ യു അല്ലാതെ ആൽഫബറ്റ്സിൽ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള ബാക്കി റിമൈനിങ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുക. ക്ലിയർ? എ ഇ ഐ ഒ യു അല്ലാതെ ബാക്കി ലെറ്റേഴ്സ് ഏതൊക്കെയാ? ബി, സി, ഡി, ജി, എച്ച്, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, Z. ഓക്കെ, അപ്പോ എ ഇ ഐ ഒ യു അല്ലാതെ ബാക്കി വരുന്ന ലെറ്റേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? കൺസണൻസ് എന്ന് വിളിക്കാം. ഈ കൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലാണ് എ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് എ ഉപയോഗിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ പെൻ എന്ന് വെച്ചാൽ എന്താ? ഒരു പേന. എ പെൻ, ഐ ബോട്ട് എ പെൻ. ഞാനൊരു പേന വാങ്ങി. ഷി ഗേവ് മീ എ പെൻ. അവൾ എനിക്കൊരു പേന തന്നു. ഓക്കെ, എ ബോയ്, ഹീസ് എ ബോയ്. അവനൊരു ആൺകുട്ടിയാണ്. ഹീസ് എ ബോയ്. ഓക്കെ, എ കാറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു പൂച്ച. എ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി, എ ഇ ഐ ഒ യു വവലാണ്, ബട്ട്
സൗണ്ട് എന്തിന്റെയാണ്? വൈയുടെ സൗണ്ട് ആണ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് അല്ലേ? സോ അതെന്താണ്? എ ആണ് ഉപയോഗിക്കുക. അവിടെ AEIOUന്റെ സൗണ്ടിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോ വവൽസ് എന്നുള്ളത് എന്താണ്? സോറി, ഈ എ എവിടെയാണ് ഉപയോഗിക്കുക? കൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലാണ്. യൂണിവേഴ്സിറ്റി എന്നുള്ളത് യു ആണ് ഉപയോഗിച്ചതെങ്കിലും അതിന്റെ സൗണ്ട് വരെ വൈഡ് സൗണ്ട് ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ആൻ എവിടെ ഉപയോഗിക്കുക? ആൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വവൽ സൗണ്ട്സ്. വവൽ സൗണ്ട്സിന്റെ മുൻപിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുക. ഏതൊക്കെയാണ് വവൽസ് എന്ന് പറഞ്ഞാൽ? AEIOU. ഇതിന്റെ സൗണ്ട്സ് ഏതൊക്കെയാ? എ ലെറ്റർ സൗണ്ട്സ് എന്താണ്? ആ ആ. ഇ ലെറ്റർ സൗണ്ട് എന്താണ്? എ. ഐ ലെറ്റർ സൗണ്ട് എന്താണ്? ഇ. O ലെറ്റർ സൗണ്ട് ഓ. യു ലെറ്റർ സൗണ്ട് ആ. എ എന്നുള്ളത് ആപ്പിൾ, ആ ആണ്. ഓക്കെ, യു എന്നുള്ളത് ആ. ക്ലിയർ? സോ AEIOUന്റെ സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ നൗൺസിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ആൻ ഉപയോഗിക്കുക. ക്ലിയർ? ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വോവൽ സൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ, ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ അംബ്രല്ല, ആൻ അവർ. ഇവിടെ നോക്കിയേ, എച്ച് ആണ് വന്നിട്ടുള്ളത്, ബട്ട് സൗണ്ട് എന്താണ്? അവർ, ആൻ അവർ, ആൻ അവർ. ഏത് സൗണ്ട് ആണല്ലേ? ദെൻ അംബ്രല്ല, യു ആണ് വന്നത്, ബട്ട് യുവിന്റെ സൗണ്ട് എന്നുള്ളത് എന്താണ്? ആയാണ്, ആൻ അംബ്രല്ല. മറ്റിടത്ത് യു വന്നെങ്കിലും, യൂണിവേഴ്സിറ്റിക്ക് യു വന്നെങ്കിലും അവിടെ നമ്മൾ എന്താ വായിച്ചേ? യൂണിവേഴ്സിറ്റി വൈയുടെ സൗണ്ട് ആണ് വായിച്ചേ. ക്ലിയർ ആണല്ലോ? സോ സൗണ്ട് മാറ്റേഴ്സ്. ഓക്കെ, സൗണ്ട് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. പിന്നെ അത് കൂടാതെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ നമ്മൾ ഈ ഡിസംബർ 20 ഒരു പുതിയ ഗ്രാമർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെറും 10 ദിവസം കൊണ്ട് സിമ്പിളായി ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, വെറും 999 രൂപയ്ക്കാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആനിന്റെ യൂസേജ് പഠിച്ചു. ഓക്കെ, സൗണ്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. എ യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? സൗണ്ട് നോക്കിയേ, എ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി. ഓക്കെ, വൈഡ് സൗണ്ട് ആണ് അവിടെ വരിക. An hour, H silent, an hour. Got it? Next one, എന്താണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ദ. എവിടെയാണ് ദ ഉപയോഗിക്കുക? I go to the market. ഏത് മാർക്കറ്റാന്ന് പറഞ്ഞോ? I go to the market. ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്. I go to the market. ഞാൻ മാർക്കറ്റിലാണ് പോകുന്നത്. So it is definite. Okay. ഇവിടെ എന്താണ്? The is used for specific or non things. നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്ന, സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. യൂസസ് ഓഫ് ദ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? when the noun is already known. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്ഥലമാണെങ്കിൽ, അറിയാവുന്ന ഒരു നൗൺ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. വിത്ത് യൂണിക് തിങ്സ്, യൂണിക് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, എങ്ങും കാണാത്ത തരത്തിലുള്ള, മലയാളത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കാര്യത്തിന്, അങ്ങനെ യൂണിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ വിത്ത് സൂപ്പർലേറ്റീവ്സ്. സൂപ്പർലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ, കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന, കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, സൂപ്പർലേറ്റീവ്സിന് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദ സൺ, സ്പെഷ്യൽ ആണ്. സൺ ഒന്നേ ഉള്ളൂ അല്ലേ? യൂണിക് ആണ്. ദ സൺ, സൺ വേറെ സൺ ഉണ്ടോ? കുറെ സൺ ഉണ്ടോ? നമുക്ക് കുറെ സൂര്യൻ ഉണ്ടോ? ഇല്ല, ആകെ ഒരേ ഒരു സൂര്യനുള്ളൂ അല്ലേ? സോ ദ സൺ. നെക്സ്റ്റ് വൺ, ദ ടീച്ചർ. ദ ടീച്ചർ, ടീച്ചർ എന്താണ്? നമ്മളവിടെ സ്പെസിഫൈ ചെയ്യാണ് അല്ലേ? ദ ബെസ്റ്റ് സ്റ്റുഡൻറ്, ഇതാണ് സൂപ്പർലേറ്റീവ്. ദ ബെസ്റ്റ് സ്റ്റുഡൻറ്. സോ അങ്ങനെ ദ ബെസ്റ്റ് സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ദ പറയാം. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക്, ഡിഫറെൻ്റ് ആയിട്ടുള്ള, യൂണിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സൂപ്പർലേറ്റീവ്സ്, ബെസ്റ്റ്, നോൺ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? ദ ഹയസ്റ്റ് മൗണ്ടെയിൻ, ദ സ്മോളസ്റ്റ് ചെയർ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദ ഉപയോഗിക്കുക. ക്ലിയർ ആണോ? ഇത് കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി താഴെ നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മൾ അതിൽ ഷെയർ ചെയ്യും. ഇതിൽ കൂടുതലുള്ള ആക്ടിവിറ്റീസ് അതിൽ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൂടി ഒന്ന് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നും നോക്കുക. ഓക്കെ, എത്ര സ്കോർ കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ,
നോ ആർട്ടിക്കിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈ എ ആൻഡ് ദ ഉപയോഗിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതെവിടെയാന്ന് നോക്കാം. അതായത് നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ നൗൺസ്, ജനറൽ മീനിങ്, അൺകൗണ്ടബിൾ നൗൺസ് മീൻസ് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾ. നമുക്ക് വെള്ളം എണ്ണാൻ പറ്റുമോ? വാട്ടർ. മണി എണ്ണാൻ പറ്റുമോ? പണം, 1 പണം 2 പണം 3 പണം നമ്മൾ പറയാറുണ്ടോ? ഇല്ല. 1 രൂപ 2 രൂപ എന്നാ പറയാറ്. പണം എന്നുള്ളത് അങ്ങനെ പറയാറില്ല. സോ അങ്ങനെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാം. ആൻഡ് പ്ലൂറൽ നൗൺസിന് പറയാം. മീൻസ് എന്താ? ഒന്നിൽ കൂടുതലുള്ള. അങ്ങനെ പറയുമ്പോൾ ഐ ലൈക്ക് ബുക്സ്, ഐ ലൈക്ക് ദ ബുക്സ് എന്ന് പറയോ? ഐ ലൈക്ക് എ ബുക്സ് എന്ന് പറയോ? ഇല്ല. സോ ഐ ലൈക്ക് ബുക്സ്. ഷീ ഡ്രിങ്ക്സ് വാട്ടർ. ഞാൻ പറഞ്ഞു വാട്ടർ എണ്ണാൻ പറ്റില്ല അല്ലെ? ഷീ ഡ്രിങ്ക്സ് ദ വാട്ടർ എന്ന് പറയില്ല. ഓക്കെ, ഷീ ഡ്രിങ്ക്സ് വാട്ടർ. ചിൽഡ്രൻ ആർ പ്ലേയിങ്, ചിൽഡ്രൻ ആർ പ്ലേയിങ്. ദ ചിൽഡ്രൻ എന്ന് പറയില്ല. ഗോട്ട് ഇറ്റ്? ദ എ ചൈൽഡ് എന്ന് പറയാം. എ ചൈൽഡ് ഈസ് പ്ലേയിങ് എന്ന് പറയാം. ബട്ട് ചിൽഡ്രൻ പ്ലൂറൽ ആണ്. സോ ചിൽഡ്രൻ, ദ ചിൽഡ്രൻ ഒരിക്കലും പറയില്ല. ചിൽഡ്രൻ ആർ പ്ലേയിങ്. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നെങ്കിൽ എന്താണ്, മനുഷ്യരല്ലേ, എല്ലാവർക്കും ഒരുപോലെയല്ല ചിന്തകളല്ലേ. സോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നാൽ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ കോമൺ മിസ്റ്റേക്സ് ആണ്. കൂടുതൽ ആളുകളും വരുത്താറുള്ള മിസ്റ്റേക്സ് ഇതൊക്കെയാണ്. ഷീ ഈസ് ടീച്ചർ എന്ന് പറയും. തെറ്റാണ്. ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയണം. ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്. ഓക്കെ, ഹി ബോട്ട് എ പെൻ, ഹി ബോട്ട് എ പെൻ. ഹി ബോട്ട് പെൻ എന്നല്ല പറയണ്ടേ, ഹി ബോട്ട് എ പെൻ എന്നാണ് പറയണ്ടേ. സൺ ഈസ് ഹോട്ട് പറയോ? സൺ എന്താണ്? യൂണിക് ആണ് അല്ലേ, സ്പെഷ്യൽ ആണ്. ദ സൺ ഈസ് ഹോട്ട്. ക്ലിയർ ആണോ? കോമൺ മിസ്റ്റേക്സ് മനസ്സിലായല്ലോ അല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ വെറും 3 എക്സസൈസ് ഇവിടെ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വേണ്ടി പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്ത് അത് ക്ലിയർ ആയി എത്ര സ്കോർ കിട്ടി എന്നുള്ളത് കമന്റ് ബോക്സിൽ എന്നിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ തന്നെ ചോദിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഹാസ് എ അംബ്രല്ല ആണോ, ആൻ അംബ്രല്ല ആണോ, ദ അംബ്രല്ല ആണോ? യു ആണ് അല്ലേ? യു മീൻസ് വൊവൽ ആണ്. സോ എന്താ വരണ്ടേ? സൗണ്ട് എന്താണ്? വൊവൽ സൗണ്ട് ആണ്. സോ ഷീ ഹാസ് an umbrella. She has an umbrella. I saw a dog ആണോ, the dog ആണോ? എന്താണ് വരിക? I saw a dog yesterday. Dash moon looks beautiful. എന്താണ്? the ആണോ, a ആണോ, an ആണോ? the moon looks beautiful. ചന്ദ്രൻ എന്താണ്? മൂൺ എന്നുള്ളത് ഒന്നേ ഉള്ളൂ അല്ലേ? സോ സൺ പോലെ തന്നെ നമ്മൾ മൂണിനും എന്താ പറയാ? ദ വെച്ചിട്ടാ പറയാ. ദ മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആവാത്തവര് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങൾക്ക് വന്ന ഡൗട്ട്സ് ചോദിക്കുക. അത് മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്നു, പ്രാക്ടീസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏത് സ്കില്ലിനാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ? സോ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ നിയമങ്ങളാണ് അല്ലേ? ഏത് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജിനെ പോലെയും ഇംഗ്ലീഷിനും ഗ്രാമർ ഉണ്ട്. സോ ഗ്രാമർ ആണ് എല്ലാവരുടെയും ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിൾ ആണ്. പക്ഷെ അത് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ വളരെ ഈസി ആയിട്ട് എടുത്ത് പഠിക്കണം. അങ്ങനെ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തുന്നു. വെറും 10 ദിവസം കൊണ്ട് ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ദാ ഫീസ് നോക്കിയേ, വെറും 999. ഒരു കേക്ക് വാങ്ങിക്കുന്ന പൈസയുള്ളൂന്നേ. സോ 999, അതായത് 999 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ പഠിക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറക്കണ്ട, താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.